നിങ്ങൾക്കിത് സാരി മനുഷ്യന്റെ അഭിലാഷങ്ങൾ എങ്ങോട്ടാ പോണമ്മ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തേ ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് അമ്മ വെക്കണ അതിൽ ഞാൻ പോയി തരട്ടോ. നിങ്ങൾക്ക് എന്ത് കളർ സാരിയാണ് വേണ്ടത്? കാപ്പി പിന്നെ കാപ്പിന്റെ കളറൊക്കെ വെച്ചു. കാപ്പി ചോട്ടും കൂടി അങ്ങനത്തെ കളർ മറൂൺ വേണ്ടത്. അപ്പോൾ പിന്നെ ഏകദേശം എനിക്കറിയാലോ എൻ്റെ സാരി. ഞാൻ തന്നെയാണ് കേട്ടോ ഉമ്മക്ക് സാരി ഒക്കെ എടുത്ത് കൊടുക്കല്. അപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിനുള്ള വാങ്ങിച്ചു വാങ്ങിക്കാം. അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പോകുന്നു. കാരണം രാവിലെ തന്നെ ഫുള്ള് മഴയാണ്. ഉള്ളിൽ എന്തേ ഉണ്ടോ? എന്നിട്ട് പുതിയ വാങ്ങിച്ചതാണ് ഫസ്റ്റ് ഇടുക. വേലി അട്ടിച്ചാണെങ്കിലോ ആക്കെ ഒരു ശ്രദ്ധിക്കൽ ആവശ്യം. ഞങ്ങളെ വീട്ടിലേക്ക് വരുമ്പോഴത്തേന് വഴിൻ്റെ അവസ്ഥയുണ്ട്. ഫുള്ള് വെള്ളമാണ്. ഇനി ഫുള്ള് ഇത് കടന്ന് പോകണം. ആകെ കണ്ടില്ല മേലെന്ന് കുറ്റൊഴിച്ച് വരികയാണ്. റോഡ് ഈ ഭാഗം ഭയങ്കര മോശമാണ് കേട്ടോ. പിന്നെ അവിടെ വരെ ഫുൾ വെള്ളമാണ്. വെള്ളത്തിൽ കൂടെയാണ് ഇനി നമ്മളെ റൈഡ് നടത്താൻ പോകുന്നത്. നിങ്ങൾക്കിത് സാരി അതിൻ്റെ ഷാളാണ്. അത് സാരി നിങ്ങൾക്ക് ആ കളർ ബ്ലൗസ് ഉണ്ടല്ലോ. അതായിരിക്കും ഇല്ലാത്ത മരൊന്നുമല്ല, ഇതുമല്ല, റോസ് അല്ലേ? പിങ്ക് സൈഡാണ് ലൈറ്റ്. പിന്നെ അതാ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യുന്ന ബോൾസും അതുപോലെ തന്നെ സ്റ്റാറൊക്കെ ഉണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ ആവാനായി. ക്രിസ്മസിന് നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല, പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ സ്റ്റാർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലൈറ്റ് കത്തി നിൽക്കുന്ന ടൈമിൽ ഇപ്പോൾ ഇത് ജസ്റ്റ് അല്ല, ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്യണം. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്നോ വാങ്ങണമെന്ന് വിചാരിച്ചൊരു സംഭവം കേട്ടോ. നല്ല ഭംഗിയില്ലേ ഈ ഒരു LED ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണുമ്പോൾ. പിന്നെ ഞാൻ ഹസ്ബൻഡിന് ക്രിസ്മസ് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോപ്പൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഭംഗിയുള്ളത്. എനിക്ക് ഇങ്ങനത്തെ പണ്ടേ ഇഷ്ടമാണ്. സ്റ്റോണിലെ സംഭവങ്ങളൊക്കെ കാണാൻ നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ ഇതാ നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പനും അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് ട്രീമിലൊക്കെ തൂക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മരത്തിന്മേൽ തൂക്കാമെന്ന് വിചാരിച്ചിട്ട്. രസമല്ലേ, കണ്ടില്ലേ? ക്രിസ്മസിൻ്റെ ട്രീമിലൊക്കെ തൂക്കുന്ന ബോൾസാണ് ഇത്. ഞാൻ ഇവിടെ ഈ സ്റ്റാറിൻ്റെ അടുത്ത് ഇവിടെ തൂക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാലിക്കറ്റ് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വന്നതാണ് കേട്ടോ. കാരണം ഷോപ്പിംഗ് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് റൂമിൽ വെക്കുന്ന കുറച്ച് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. സ്ലൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഓവറൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ബഡ്സ് അതൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സംഭവം വാങ്ങിച്ചതാണ്. പിന്നെ ചെറിയൊരു ബോട്ടിൽ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേഴ്സ്, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കാർഡുകളും ATM കാർഡും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന പേഴ്സ് കേടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് പേഴ്സ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് റൂമിൽ വെക്കും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ അതിന് ഡിസൈനാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു വുഡ് ടൈപ്പ് ഒരു ബാഗും വാങ്ങിച്ചിട്ടുണ്ട്. സൈഡ് ബാഗാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫ്രൂട്ട്സ്, ക്രീം ബിസ്ക്കറ്റ്, ഫ്രൂട്ട്സ് ഓറിയോ ബിസ്ക്കറ്റ്, അത് ഉമ്മമാൻ്റെ ആപ്പിള്. ഉമ്മമാൻ്റെ ഇതാ സ്പെഷ്യല്. ഉമ്മമാക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്തൊക്കെയാണ്? ഇമ്മമാന് ഇഷ്ടപ്പെട്ട സാധനം മധുരായ അന്നത്തെ ദിവസം പെരുന്നാളമ്മ. ആപ്പിൾ മുന്തിരി. നിങ്ങൾക്ക് എന്തെങ്കിലും മധുരം കൊണ്ട് ഇഷ്ടം? ലഡു ഇതൊക്കെ. പിന്നെ ആദ്യത്തെ അതിന് തോന തിന്നൂല, അതൊരു രസാണ്. മധുര ചോറൊക്കെ തിന്നുമാന്റെ ആങ്ങളമാരായാലും എല്ലാരും കൊണ്ടുകൊടുക്കൽ ലഡു, ജാഗിരി, ജിലേബി അങ്ങനത്തെ. കാരണം അമ്മ മധുരത്തിന്റെ ഒരാളാണ്. മേലൊക്കെ അപ്പൊ പൂജി ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്ന നിന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചില്ല. അപ്പൊ ഞാൻ അവിടുന്ന് വാങ്ങിച്ചോണ്ടെന്നാണ്. ചായം തരാം. വെറുതെ ഇത് കളയണ്ട, വേസ്റ്റ് നാളെ ഞാൻ പാൽ ചായ എന്നാ പാലത്തേക്ക് കുറച്ച് നെയ്ച്ചോറ് ഒരു പ്ലേറ്റ് സ്റ്റീലിന്റെ പാത്രം ഇടമ്മ. ഇതിലേക്ക് ചായ പാല്
കുറച്ച് മതി. തോനജ് കുടിച്ചൂല, അമ്മയും കുടിച്ചൂല, ഐതനും കുടിച്ചൂല. പിന്നെ ചായ നിർബന്ധിച്ച് അടങ്ങാറായ കഷായം കുടിച്ചുമ്പോഴൊക്കെ കുടിച്ചു കളയണ്ട വിചാരിച്ചു. കട്ടൻ ചായന്റെ ആളാട്ടോ, കട്ടൻ ചായന്റെ ആളാ. അപ്പൊ ഞാൻ പാല് പൂഞ്ചി ഞാനും എടുത്തിട്ടമ്മ. പൂഞ്ചി അമ്മയും പേരക്കുട്ടികളൊക്കെ ഇതാ ഫുള്ള് ഭക്ഷണം കഴിക്കണ ടൈമാട്ടോ. അമ്മ ഇത് ഡൈനിങ് ഹാളാണോ എന്താ? ബെഡ്റൂമിൽ രാത്രി കിടക്കാൻ അപ്പം ഈ രാത്രി കിടക്കാന് റൂമാക്കണം. അമ്മമാന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡൈനിങ് ഹാളാണ് ഈ ഒരു TV ഉള്ള റൂം. പിന്നെ നൈറ്റിൽ ഇതെല്ലാം ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിയിട്ട് റൂമാക്കി മാറ്റും. ഇവിടെ ആരും കിടക്കലില്ല. ഇവിടെ അമ്മ TV ഒക്കെ കാണാൻ വേണ്ടിട്ട് കുട്ടിയായിട്ടുള്ള ഒരു ഏരിയ റൂം. അവിടെ ആരായിനുള്ള ആരും ഇല്ല. പണ്ടൊക്കെ നിക്കാനും വന്നില്ല, ഇപ്പൊ ആരും നിക്കാനും ഫാമിലിയൊക്കെ അവനാന്റെ കൂട്ടിൽ തന്നെ രാത്രി വരെ. പണ്ട് സ്ഥലം ഉണ്ടാവും. അപ്പൊ മക്കൾസ് ഇതാ ഇവിടെ നെയ്ച്ചോറും അതുപോലെ തന്നെ കടായൊക്കെ കഴിക്കണേ. വലിയ മക്കള് ഇമ്മമ്മ അതാ കട്ടൻ ചായ അതുപോലെ തന്നെ പൂഞ്ചിയും കഴിക്കണേ. ഇത് ഞാൻ അമ്മ എനിക്ക് ഏതാ നല്ല പാട്ടറിയോ? അപ്പൊ അമ്മമ്മ ഒരു പദ്യൊക്കെ ചെല്ലുന്നു. പാറ്റകളല്ലേ ഇതെല്ലാം മേലിങ്ങിനെ പൊങ്ങി വീണിൽ നോക്കമ്മേ എന്തോരു ഭംഗി. അയ്യോ പോയി കൂടി കാടിപ്പാന എനിക്കു പറപ്പാ. കുട്ടികൾക്കൊന്നും പദ്യം ഏൽക്കണില്ല. ഓൽക്ക് തല്ലുമാലത്തെ പാട്ടൊക്കെ വേണ്ടി വരും. പാട്ട് കേൾക്കുന്നില്ല ഇവിടെ. എന്ത് പാട്ടാന്ന്? അല്ല സമ്മാനം കിട്ടിയ പാട്ടാണ്. ആളിവിടെ നിക്കണ നോക്കണ്ട. ആളൊരു പുപ്പുലി ആയില്ല ചെറുപ്പത്ത്. സമ്മാനം കിട്ടിയിരുന്നു. കരയാനും പറയാനും മാനൂറന്നിരക്കാനും നീയല്ലാതാരുമില്ല പോലെ എന്റെ കരളിന്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എന്റെ തമ്പുരാനെ. നേരം തന്നറിയാതെ പിയച്ചു ഞാൻ നടന്നു നേർവഴി കാട്ടിക്കൊണ്ട പിയാങ്ങളെ. നീറുന്ന മനസ്സിനെ കുളിരട്ടി കിടന്ന് എത്ര എത്ര ആനന്ദഗോളങ്ങൾ ഈ ദുനിയാവിൽ. പിന്നെ വേറെ വേറെ കൊറേ തണയുമ്പോൾ മനുഷ്യന്റെ അഭിലാഷങ്ങൾ തകർന്നു വീഴുന്നു. കാലോടി കാലടിച്ച് കണ്ണുകൾ ഉയർത്തുമ്പോൾ തൊണ്ട വരണ്ട് ദാഹം പേരുത്തി പോകും. മരണത്തിൻ വേദനയിൽ മർത്തൻ പീടഞ്ഞിടുമ്പോൾ മുമ്പത്തെ പ്രവൃത്തികൾ ഓർമ്മയിൽ വരും. അപ്പൊ ഉമ്മ അതാ നമ്മളെ പുതിയ സാരി ഒക്കെ എടുത്ത് സുന്ദരി കുട്ടിയാണ് കേട്ടോ. രസായില്ലമ്മ സാരി? ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. അപ്പൊ ഞങ്ങള് പോവാണ്. എങ്ങോട്ടാ പോണമ്മ? എന്റെ വീട്ടിക്ക്. എന്റെ വീട്ടിൽ എന്റെ പപ്പനെ കാണാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ? ഞങ്ങൾ പോവാട്ടോ. 2 കവറിലാക്കി. പിന്നെ 1.5 ആപ്പിൾ. പിന്നെ ഒരു കോൽമുട്ടായി. പപ്പക്കുട്ടിയാ ജി? പപ്പക്കുട്ടിയാ ജി? പപ്പന്റെ അടുത്ത് വന്ന് പപ്പനെ കാണാൻ വന്നതോ ജി? കൊച്ചു TV കാണാൻ വന്നതോ? കൊച്ചു കാണാനാ? എന്നാ ഓൻ ഇവിടെ നോട്ടോ. അപ്പൊ ഞങ്ങള് പോവാണേ. പപ്പനെ നോക്കാൻ ഒരാളെ വേണല്ലോ. ഈ നിക്കൂലേ? ചായ അടിക്കുമ്പോ ഉമ്മ ഡൈനിങ് ഹാൾക്ക് കൊണ്ടുപോകാൻ അയക്കണില്ല കേട്ടോ. ഇവിടെ മതി, വീട്ടുകാരെല്ലാരും ഈ അടുക്കളയിൽ ഇരുന്ന് കുടിക്കട്ടോ. ഇനി എന്തേ വേണം എടുക്കാനും ഇവിടെ അയക്കുന്നില്ല. ബേക്കറൊക്കെ ഉണ്ട്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇതാ അല്ലേ? ഫേവറേറ്റ് സാധനമാണ് മൈസൂർ പാക്ക്. തിന്നാൻ ഗ്യാപ്പില്ല. നിങ്ങളെ മാത്രം എന്ത് ഇന്നെ കാണാതെ തിന്നോന്നേന്? അല്ല, പത്തിരിന്റെ ഒരു കഷ്ണം തിന്നു. അതാണ്
അല്ലേ കക്കൂസിലേക്കാന്ന് വെച്ചിട്ടാ നിങ്ങളെ കേട്ടമ്മ ജ്യൂസ് കുടിക്കാനോ? ജ്യൂസ് കുടിക്കാൻ കൊണ്ടുപോട്ടമ്മാനെ അമ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഒക്കെ നല്ലത്. എന്താ നിങ്ങൾ കഴിക്കാൻ വന്നേ? ഇതെന്താ പറഞ്ഞേ? ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കപ്പൻ്റെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി പിടിച്ചിട്ട് പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ നുള്ളാൻ വേണ്ടി ഉമ്മാക്ക് പിന്നെ ഉമ്മ തിന്നൂല, നമ്മളെ തീറ്റിക്കുന്ന ഒരു സ്വഭാവമാണ്, ആൾക്കൊന്നും വേണ്ടിയില്ല അല്ലേ? അപ്പോൾ ദാ എൻ്റെ ഉമ്മാനെയും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ കരുമ്പ് പോയതിന് ശേഷം ഇതാക്കണം. അപ്പോൾ ഇതാ നമ്മൾക്ക് അയ്യോ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് സുഖമാണോ, അങ്ങനെ വിശേഷം എല്ലാവർക്കും കേൾക്കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഇവിടെ ആരുമില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ അല്ലേ ഉമ്മ? ഉമ്മാക്കുള്ള ടെൻഷൻ എന്താ അറിയോ, ഉമ്മാൻ്റെ കുടുംബങ്ങളൊക്കെ സീരിയൽ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷനിൽ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഡോക്ടറെ കാണിക്കുകയല്ല, ആ ഒരു പട്ടിക്ക് പോവുക. കൊളസ്ട്രോളിലൊക്കെ ഒക്കെ ഉണ്ടായിട്ട് മരുന്ന് കുടിക്കാനെങ്ങനെ പറഞ്ഞിരുന്നു, അതൊന്നും കുടിക്കൂല. സ്വയം ഒരു ഇത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളാണ് കേട്ടോ ഉമ്മ. നല്ല സുഖം എന്നാ പോവും, ചെയ്യുന്ന സുഖം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാ. അല്ലെങ്കിൽ പോവും, ഇടയ്ക്കൊരു ജലദോഷം പനിയെല്ലാം ഉണ്ടാവില്ലേ. അപ്പം ഹസൂന് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവമുണ്ട്, എവിടെ പോയാലും അവന് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കഴിക്കുക. വേഗം കഴിച്ചൂടെ, ചൂട് കഴിച്ചോളിമ്മ. പാൽക്കപ്പിൽ മീൻകറിയാണ് കേട്ടോ. അമ്മ കഴിച്ചോളി കഴിച്ചോളി. ഇതിൽ തന്നെ എടുത്ത് പ്ലേറ്റ് മാറാനാക്കാം. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? പാലിൽ പുളച്ചാൽ കടക്ക് ഞാനും കഴിച്ചോക്കട്ടെ. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടൈമാണ് ട്രൈ ചെയ്യുന്ന അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാൽക്കപ്പയും മീൻകറി ഒരു രക്ഷയില്ല. മീനെന്തൊക്കെയാണ് ഇതും ടേസ്റ്റ്. അപ്പം ഞാനിത് ഓർഡർ ചെയ്യാനുള്ള റീസൺ തന്നെ ഉമ്മാക്കൊരു ഇതൊന്നും പറ്റില്ല, ഇതാകുമ്പോൾ എന്തായാലും കഴിച്ചോളും, കാരണം കപ്പയല്ലേ. ആളിതാ കഴിക്കുന്നുണ്ട്, വേണ്ടാന്നൊക്കെ പറഞ്ഞ ആളിതാ ടേസ്റ്റ് കൊണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. വേണ്ടാന്ന് പറഞ്ഞിപ്പം എന്തേ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അമ്മമ്മ വെക്കണം, അതിന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഒരു ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ട്രൈ ചെയ്യണേ, അടിപൊളിയല്ലേ. നമുക്ക് വെക്കണ്ടേ വീട്ടിൽ? അപ്പം എന്തായാലും നമ്മളൊരു വ്ളോഗിൽ നമ്മളിത് വെച്ചിട്ട് കാണിച്ചു തരും കേട്ടോ. ഇവിടുത്തെ അസൂന് പിന്നെ അതൊന്നും പറ്റില്ല, ഓനെന്താ ഫ്രഞ്ച് ഫ്രൈസ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ മിൻറ്റ് ലൈമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ നല്ല തട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെച്ച് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ദിവസം വെക്കും. ഹസൂന് ഞാൻ തണുപ്പില്ലാത്ത മിൻറ്റ് ലൈമാണ് പറഞ്ഞിട്ടുള്ളത്, അവന് ചുമയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തണുപ്പുള്ളത്. ലാസ്റ്റത്തെ കലാപരിപാടി ഇതാണ്, ടേസ്റ്റിൻ്റെ ഉൾക്കൊണ്ട് ഉമ്മ കണ്ടില്ല, അതൊക്കെ വടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അതിലൊരു പങ്കുണ്ട്. അപ്പോൾ ഞാനും ലാസ്റ്റ് ഹസ്ബൻഡിൻ്റെ കൂടി എനിക്ക് തന്നിട്ടുണ്ട്. ഉമ്മ ഇനി വേണമ്മ, ഇനി അടുത്ത ദിവസം ആക്കട്ടെ, പാർസലാക്കാം കുറച്ച്.